ശ്രീ അബിൻ വർക്കി, സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ കോടതി ഉത്തരവ് വന്നാൽ ഒട്ടും സർക്കാരിന് അനുകൂലമായവയാണെങ്കിൽ ഒട്ടും വൈകാതെ ക്യാമറകൾക്ക് മുന്നിലെത്തി പ്രതികരിക്കുന്ന ആൾ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കാര്യം മാധ്യമങ്ങളോട് ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുമെങ്കിലും ക്യാമറകൾക്ക് മുന്നിലെത്താൻ മടി കാണിക്കാത്ത ആളാണ്. സുപ്രീം കോടതി ഈ ചോദ്യം ചോദിച്ചിട്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു, ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. എന്തായിരിക്കും കാരണം? അല്ല, തീർച്ചയായിട്ടും ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കേരളത്തിന് എത്രമാത്രം തോൽവിയാണ് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ഈ പ്രൊസീജിയറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രോസ്പെക്ടസിൽ ഒരു നിയമം എഴുതി വയ്ക്കുക, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മറ്റൊരു നിയമത്തിൻ്റെ അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് കോടതിയിൽ പോകുമ്പോൾ മറ്റൊരു തീരുമാനമെടുക്കുക. സത്യത്തിൽ എത്രയോ 70,000 വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് തുലാസിൽ അല്ലെങ്കിൽ പന്താടുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിയില്ലേ? നമുക്കറിയാമല്ലോ, ഏതൊരു നിയമപ്രകാരവും പ്രോസ്പെക്ടസ് അനുസരിച്ച് ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയുടെ റിസൾട്ട് ആ പ്രോസ്പെക്ടസ് അനുസരിച്ച് തന്നെയല്ലേ പുറത്തു വരേണ്ടത്. അങ്ങനെ വരേണ്ട ഒരു റിസൾട്ടിൻ്റെ തലേ ദിവസം രാത്രി മാത്രം പുതിയൊരു ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഞങ്ങൾ പുതിയൊരു മാനദണ്ഡത്തിന് പ്രകാരമാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ എത്രയോ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ സർക്കാർ തുലാസിലാക്കിയത്. എന്നിട്ട് അതിനകത്തൊരു കൃത്യമായ മറുപടി പറയാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് സാധിക്കാത്തത്? ഇപ്പോൾ സർക്കാർ പറയുന്നത് ഞങ്ങൾ സ്റ്റേറ്റ് സിലബസുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ കേരള സിലബസ് എഴുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ വന്നതിന് ശേഷം നാളെയാണ് അവരുടെ കേസ് പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹർജി കൂടി ഉണ്ടോ അല്ലെങ്കിൽ കക്ഷി ചേരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഇതേവരെ ഒരു നിലപാടെടുത്ത് പുറത്തു പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് എന്ന് പറയുന്നത് ഇവർക്ക് ഈ കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ലെന്നേ. ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോ പുതുക്കിയ റൂള് ഫോർമുല കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ, 5:3:1 എന്ന് പറയുന്ന പുതുക്കിയ ഫോർമുല കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ഫോർമുല നമുക്ക് കുറച്ചുകൂടി പഠനത്തിന് വിധേയമായി അടുത്ത കൊല്ലം നടപ്പിലാക്കേണ്ടതാണ് എന്നുള്ളത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസ്പെക്ടസിൽ മറ്റൊരു നിയമം എഴുതി വയ്ക്കുകയും ഈ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം പുതുക്കിയ ഒരു ഫോർമുല കൊണ്ടുവന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്, എവിടെ നിന്നാണ് ഇവർക്ക് ഇത് കിട്ടിയത് എന്നുള്ളത് ഇതേവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ആ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളുടെ അവിടുത്തെ അഡ്മിഷൻ രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. ഞങ്ങൾ എടുത്തത് 1769 കേസ് സ്റ്റഡി മാത്രമാണ്. അത്രയും സ്റ്റഡി കൊണ്ട് 70,000-ഓളം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയുടെ ഒരു ഫോർമുല ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടുതൽ കേസ് സ്റ്റഡി നടത്തണം എന്നൊക്കെ ആ പഠന റിപ്പോർട്ട്, ഇവർ പറയുന്ന പഠന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 5:3:1 എന്ന ആ പുതിയ ഫോർമുല അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസമാണോ ഒരു മൂല്യനിർണ്ണയ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാലോ, ഇത് എഴുതിയ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ? എഴുതുമ്പോൾ ഇപ്പോൾ 5:3:1 എന്ന് പറഞ്ഞാൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ മൂല്യനിർണ്ണയത്തിലാണ് മൂല്യനിർണ്ണയം നടന്നിരിക്കുന്നത്. പക്ഷേ അവർ എഴുതിയ പരീക്ഷാ രീതി, അവർ പഠിച്ച പരീക്ഷാ രീതി ഈ 5:3:1 എന്നുള്ള രീതിയിലല്ലായിരുന്നല്ലോ. അപ്പൊ എത്രയോ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ ഒരു സർക്കാരാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ തച്ചു തകർത്ത സർക്കാർ ഒരു മറുപടി പോലും പറയാൻ പറ്റാതെ സത്യത്തിൽ വലിയ സങ്കടകരമാണ് കേരളത്തിൽ എന്നുള്ളത്.